ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് വളയനാട് ദേവീക്ഷേത്രത്തിൽ സബര്യ കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ നാദോപാസന സംഘടിപ്പിച്ചു. ശ്രീമതി രജനി പ്രവീണിന്റെയും 100-ലധികം ശിഷ്യരുടെയും നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവർ പങ്കെടുത്തു. പി.കെ. ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ തുടർന്ന് നടന്ന സാംസ്കാരിക സംഗമം 24 ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ ദീപക് ധർമ്മടം ഉദ്ഘാടനം ചെയ്തു. മദ്യനയത്തിലും ധാതുഖനനത്തിലും കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്ന സാഹചര്യത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. മദ്യനയത്തിൽ ഇതുവരെ നയപരമായ തീരുമാനമെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ സംബന്ധിച്ച കാര്യം ബജറ്റ് രഹസ്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പ്രഖ്യാപിച്ചു. നിയമസഭയിലെ ചോദ്യോത്തര വേളയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ലേബർ പാർട്ടി നേതൃത്വ സ്ഥാനത്ത് നിന്നും താൻ രാജിവെക്കുന്നതായി കെയർ സ്റ്റാർമർ എക്സിലൂടെ കുറിച്ചു. ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരമായ നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു.